സ്പ്രിംഗ് എന്ന പെൺകുട്ടിയും അവളുടെ ഡോഗും താഴ്വരയിലെ ശൈത്യകാലം മാറ്റി വസന്തകാലം തിരികെ കൊണ്ടുവരുന്നതിനായി മലയിൽ നിന്ന് താഴ്വരയിലെ കാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. മലമുകളിലുള്ളതുപോലെ ഇവിടെ സൂര്യപ്രകാശം അല്പം പോലും കിട്ടുന്നില്ല. മാത്രമല്ല തണുപ്പ് കാരണം അവിടെ ഫുൾ ഐസ് ആയിരിക്കുന്നു. അങ്ങനെ നടന്നു വരുമ്പോൾ അവർ വ്യത്യസ്തമായ ഒരു വലിയ പാറ കാണുന്നു. അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് അതിൽ ആഞ്ഞടിക്കുന്നു. ഉടനെ അവളുടെ പുറകിലുണ്ടായിരുന്ന ഒരു വലിയ മരം അനങ്ങാൻ തുടങ്ങുന്നു. അതൊരു വലിയ പക്ഷിയുടെ കാല് പോലെ തോന്നുന്നു. നോക്കുമ്പോൾ മരങ്ങൾ പോലെ 4 കാലുള്ള ഒരു ക്രീച്ചർ താഴ്ന്നു വരുന്നു. അതിനു ചുറ്റും പുക പോലെ മേഘം നിറഞ്ഞിരിക്കുകയാണ്. അതാണ് താഴ്വരയിലെ ശൈത്യത്തിന് കാരണം. അവൾ ആ ക്രീച്ചറിനെ വണങ്ങുന്നു. ഉടനെ അത് തന്റെ ആന്റിന സ്പ്രിംഗിന്റെ വടിയിൽ തട്ടുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ശബ്ദം കേൾക്കുന്നു. സ്പ്രിംഗും അതുപോലെ വടി ഉപയോഗിച്ച് അതിന്റെ ആന്റിനയിൽ തട്ടി ശബ്ദമുണ്ടാക്കുന്നു. ഉടനെ ആ ക്രീച്ചർ ആന്റിനയിൽ നിന്ന് ഒരു ഭാഗം അവൾക്ക് ഇളക്കി കൊടുക്കുന്നു. അവൾ അത് തന്റെ വടിയുടെ ദ്വാരത്തിൽ വെക്കുന്നു. ഉടനെ അതിന് തീക്കനലിന്റെ നിറമാവുന്നു. അതിന്റെ ശക്തിയിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്രീച്ചേഴ്സും ഉണരുന്നു. അവൾ അത് ഉയർത്തിയതും ക്രീച്ചേഴ്സ് മൂവ് ആകാൻ തുടങ്ങുന്നു. പെട്ടെന്നൊരു ക്രീച്ചറിന്റെ കാല് തട്ടി ഒരു മരം മറിഞ്ഞു വീഴുന്നു. ഇവളുടെ കയ്യിൽ നിന്ന് ആ ആന്റിനയുടെ പീസ് തെറിച്ചു പോകുന്നു. അത് വീഴുന്ന ശബ്ദം കേട്ട് എല്ലാ ക്രീച്ചേഴ്സും ആ ഭാഗത്തേക്ക് നടക്കുന്നു. സ്പ്രിംഗിന്റെ ഡോഗ് വേഗം തന്നെ ഓടിപ്പോയി അത് പിടിക്കുന്നു. പക്ഷെ ഒരു ക്രീച്ചർ അതിൽ ചവിട്ടാൻ പോകുന്നു. അപ്പോഴേക്കും സ്പ്രിംഗ് വന്ന് അതെടുത്ത് തന്റെ വടിയിൽ വെക്കുന്നു. ഉടനെ ആ ക്രീച്ചർ സ്റ്റോപ്പ് ആവുന്നു. അതിനുശേഷം അവൾ ആക്ഷൻ കാണിക്കുന്നത് പോലെ അത് മൂവ് ആകുന്നു. അവൾ അവയെ മലമുകളിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നു. താഴ്വരയിൽ സൂര്യപ്രകാശം പതിച്ച് ഐസ് എല്ലാം മെൽറ്റായി വസന്തം വരുന്നു. സ്പ്രിംഗ് ആ ആന്റിനയുടെ പീസ് അവിടെയുള്ള ചങ്ങലയിൽ കൊരുത്തിടുന്നു. ആയിരക്കണക്കിന് ആന്റിനകൾ അതിൽ കൊരുത്തിയിരിക്കുകയാണ്. കാരണം വർഷങ്ങളായി ഇവരുടെ പൂർവികർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു.